ദൈവത്തിൻ്റെ മഹനീയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിത പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ശത്രുത, പരാജയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അകലെയാണ്, എന്നെ മറന്നു കളഞ്ഞു എന്നൊക്കെ ദൈവജനം പരിഭവം പറയാറുണ്ടെന്നാണ് ദൈവം പറയുന്നത്. യെശയ്യാപ്രവചനം 49 അധ്യായം 14 വാക്യം. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ജീവിത സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് മാനുഷിക ബലഹീനതയുടെ ഭാഗമാണ്. എന്നാൽ പ്രതിസന്ധികളിൽ ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ മറക്കില്ല, കൈവിടില്ല എന്നതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആശ്വാസവാക്കുകൾ. അമ്മയ്ക്കും അപ്പനും മക്കളോടുള്ള ആത്മബന്ധത്തേക്കാൾ തീവ്രമാണ് ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള സ്നേഹമെന്ന് ദൈവം തിരുവചനത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 49 അധ്യായം 15 വാക്യം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ദൈവത്തിൻ്റെ സ്നേഹകരങ്ങളിൽ പണിയപ്പെട്ടവരാണ്. തൻ്റെ സ്വരൂപവും പ്രതിച്ഛായയും പങ്കിട്ട് നൽകപ്പെട്ട ദൈവത്തിൻ്റെ ചൈതന്യം തുടിക്കുന്ന മക്കളാണ് നമ്മൾ. എങ്ങനെയാണ് സ്വന്തം മക്കളായ നമ്മളെ ദൈവത്തിന് മറക്കാൻ കഴിയുക? തൻ്റെ മക്കളോടുള്ള അക്രമം തന്നോടുള്ള ഏറ്റുമുട്ടലായി ദൈവം കാണുന്നുവെന്നാണ് സെഖര്യ പ്രവചനത്തിലെ ദൈവത്തിൻ്റെ പ്രതികരണം. നിങ്ങളെ കവർച്ച ചെയ്ത ജനങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും. ഈ വിസ്മയ ബന്ധത്തിൻ്റെ പൊരുൾ കൂടുതൽ വ്യക്തമാക്കാൻ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന ദൈവം യെശയ്യാപ്രവചനത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 16 വാക്യം. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വിസ്മയകരങ്ങളിൽ തൻ്റെ മക്കളായ സകല മനുഷ്യരുടെയും അനുപമ ചിത്രം ആലേഖനം ചെയ്തിരിക്കുകയാണ്. സെൽഫോണിലും വാലറ്റിലും പ്രിയപ്പെട്ടവരെ എപ്പോഴും കാണുവാൻ അവരുടെ ചിത്രം സൂക്ഷിക്കുന്നത് പോലെ തൻ്റെ മക്കളെ എപ്പോഴും കണ്ട് സന്തോഷിക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ അവരെ വരച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ വരയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന ആലങ്കാരികമായി പറയുമ്പോൾ ആത്മാവായ ദൈവത്തിൻ്റെ ദിവ്യ സ്മരണയിലെ അമൂല്യ സാന്നിധ്യമാണ് നമ്മൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനന്തകോടി നക്ഷത്രങ്ങളെയും വിസ്മയ രഹസ്യങ്ങളെയും ഗാലക്സിയിൽ സെറ്റ് ചെയ്ത ദൈവത്തിന് ഭൂമിയിലെ 8.1 ബില്യൺ മക്കളെ
തന്റെ സ്മരണയിൽ വ്യക്തമായി ഓർമ്മിക്കുന്നത് നിസ്സാരമാണ്. ഞാനും നിങ്ങളും ദിവ്യകരങ്ങളിലെ രേഖാചിത്രങ്ങളാണ് എന്നത് എത്ര വലിയ പ്രിവിലേജാണല്ലേ. മറ്റ് ജീവജാലങ്ങൾക്കും ദൈവദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വലിയ പ്രിവിലേജ് ലഭിച്ച നമ്മൾ ദൈവം എന്നെ കൈവിട്ടു, മറന്നു, വെറുക്കുന്നു എന്നൊന്നും ഒരിക്കലും പറയരുത്. പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് അകറ്റുവാൻ കഴിയില്ല. തീർച്ചയായും കഴിയില്ല. ആരെല്ലാം വെറുത്താലും തള്ളിക്കളഞ്ഞാലും തന്റെ ഉള്ളംകൈയിൽ വരച്ച് സൂക്ഷിക്കുന്ന നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരാൻ ദൈവം അനുവദിക്കാറുണ്ട്. അത് നമുക്ക് ദൈവത്തോടുള്ള ആശ്രയബോധം വർദ്ധിപ്പിക്കാനും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും നമ്മെ ശുദ്ധീകരിക്കാനും വേണ്ടിയുള്ളതാണ്. ദൈവം സ്നേഹിക്കുന്ന മക്കളായ നമുക്ക് ബാലശിക്ഷകൾ നൽകുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ വെറുക്കുന്നു, മറന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. തന്റെ സ്നേഹസ്മരണയിൽ ചാലിച്ചു ചേർത്തിരിക്കുന്ന നമ്മളെ എങ്ങനെയാണ് ദൈവത്തിന് മറക്കുവാൻ കഴിയുക? മോശ യോശുവയോട് ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലിനെക്കുറിച്ച് പറയുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അനന്തരം മോശ യോശുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ നിരാശനാക്കില്ല, ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഇത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവം തരുന്ന ഉറപ്പാണ്. അവിടുന്ന് നമ്മെ നിരാശരാക്കില്ല, ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിലുള്ള മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മളോടുള്ള ദൈവസ്നേഹത്തിന്റെ വിസ്മയ രൂപമാണ്, നേർക്കാഴ്ചയാണ് യേശുക്രിസ്തു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ദൈവം കൈവിട്ടു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. രോഗമോ വേർപാടോ മരണമോ നഷ്ടമോ എന്തും വന്നുകൊള്ളട്ടെ, വാക്കുമാറാത്ത, കൈവിടാത്ത, ഉള്ളംകൈയിൽ നമ്മെ എഴുതി വരച്ച് സൂക്ഷിക്കുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും.
നമുക്ക് നമ്മുടെ മക്കളെ മറക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിന് തന്റെ മക്കളെ ഒരിക്കലും മറക്കുവാനും വെറുക്കുവാനും ഉപേക്ഷിക്കുവാനും കഴിയില്ല. മക്കൾ തെറ്റു ചെയ്യുമ്പോഴും വഴിതെറ്റുമ്പോഴും വേദനിക്കാനല്ലാതെ വെറുക്കാനും തള്ളിക്കളയാനും ദൈവത്തിന് കഴിയില്ല. അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? കാരണം ദൈവം സ്നേഹമാണ്. ദൈവ സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ദൈവസ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥമന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, ദോഷത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിലാണ് ആഹ്ലാദിക്കുന്നത്. ദൈവ സ്നേഹം സകലതും സഹിക്കുന്നതാണ്, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതെയാകും, വിജ്ഞാനം മറഞ്ഞുപോകും. എന്നാൽ ദൈവസ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവസ്നേഹത്തിന്റെ അത്ഭുതകരമായ ക്യാൻവാസ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിടർത്തുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ക്രൂശിലെ സ്നേഹമായ ക്രിസ്തു എന്നെ കൈവിട്ടു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. കഷ്ടതകളുടെ കുരിശുമായി നമ്മൾ നടക്കുമ്പോൾ പിന്നറ്റം താങ്ങുവാൻ ക്രിസ്തുവിന്റെ തോൾ നമുക്കൊപ്പമുണ്ടായിരിക്കും. അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അത്താണിയായ ഇമ്മാനുവേൽ എന്നും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നിഷേധ ചിന്തകളുടെയും വികാരങ്ങളുടെയും വേലിയേറ്റങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഈ പ്രത്യാശയിലും ഉറപ്പിലും നാം ഉറപ്പിച്ചു നിർത്തണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല, അനാഥരായി കൈവിടുകയുമില്ല എന്ന് കൽപ്പിച്ച ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. തന്റെ നിത്യകൂടാരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും വരുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിൽ നമ്മൾ നിസ്സംശയം ഉറച്ചു നിൽക്കണം. ദൈവം നമ്മെ കൈവിട്ടുവെന്ന് ജഡവും സാത്താന്യ ശക്തികളും പറയുമ്പോഴും നമ്മൾ ചഞ്ചലപ്പെടരുത്. തേജോമയനായ സൂര്യനെ താൽക്കാലികമായി മറയ്ക്കുവാൻ കാർമേഘങ്ങൾക്ക് കഴിയും. അപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ലെന്നും ഒരിക്കലും അസ്തമിക്കില്ലെന്നും നമുക്കറിയാം. നമുക്കും ദൈവത്തിനുമിടയിൽ ദുരന്ത കാർമേഘങ്ങൾ ഇരുട്ട് പരത്തുമ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുമ്പോഴും നാം നമ്മുടെ മനസ്സിനോട് പറയണം, എന്റെ ആത്മാവേ, നീ എന്തിനാണ് വിഷാദിക്കുന്നത്? നീ എന്തിനാണ് നെടുവീർപ്പിടുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും 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 പുകഴ്ത്തും. ഉള്ളം കൈയിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. തന്റെ തൂവൽ കൊണ്ട്
എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശു വാക്കുമാറാത്തവൻ. ഈ അർത്ഥസമ്പുഷ്ടമായ ഗാനം ആത്മാവിൻ്റെ പശ്ചാത്തല സംഗീതമായി നിലനിൽക്കുമ്പോൾ ജഡത്തിനും സാത്താന്യ ശക്തികൾക്കും ഒരിക്കലും ദൈവ സ്നേഹത്തിലുള്ള പ്രത്യാശയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവുമുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ ചേർന്ന് നിന്ന് പ്രതികൂലതയുടെ ഓളങ്ങൾ ചവിട്ടിക്കടന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ അത്യത്ഭുത നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.